ഹലോ ഗായ്സ്, ആഷു ബേബി വ്ളോഗ്സിൻ്റെ മലേഷ്യൻ ഡേ 3 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് രാവിലത്തെ ഇന്നലത്തെ വീഡിയോയിലത്തെ പോലെ രാവിലെ ഫുഡൊക്കെ കഴിച്ചു കുളിച്ചു. ഇപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോവാണ്. കേബിൾ കാറിൽ കയറാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ചെക്കിങ്ങിൻ്റെ അവിടെ വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, പപ്പച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വന്നേക്കാണ് കേബിൾ കാറിൽ പോവാൻ. അപ്പോൾ ഗൈസ്, ഞാനിത് കടന്നു. ഈ പപ്പച്ചി കടന്നു. ഗൈസ്, പപ്പച്ചി കടന്നു. കുറച്ച് പേര് വരാണ്ട്. ഗൈസ്, അവിടെയാണ് കേബിൾ കാറ്. നമ്മൾ ഇത് കഴിഞ്ഞ ബട്ടു KFC പോണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ കേബിൾ കാർ കയറണതിൻ്റെ അടുത്തെത്തി. ഈ ഒരു വട്ടം കൂടി ചുറ്റി വന്നിട്ട് നമുക്ക് കേബിൾ കാറിൽ കയറാം. എന്നിട്ടൊരു മല കയറണം. അപ്പൊ ഗൈസ്, നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോവാണ്. ഗൈസ്, നമ്മളിപ്പോ കേബിൾ കാറിൽ പോവാണ്. സെൽഫി എടുത്തോ? ചെവിയടയില്ല. ഗൈസ്, അപ്പൊ ഗൈസ്, നമ്മൾ മുകളിലെത്തി. അവിടെയുണ്ട്. നമ്മൾ ഇറങ്ങി അമ്പലത്തിന്റെ അടുത്തെത്തി. ഇതാണ് അമ്പലം. അപ്പൊ ഗൈസ്, പപ്പച്ചിയുടെ ഇവിടെ ഫോട്ടോഷൂട്ടാണ്. ഗൈസ്, ഇവിടെ നോക്കി ഒരു വാട്ടർഫോൾ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇതാണ് അമ്പലം. നമുക്കിത് അടിക്കിറങ്ങാൻ, നമ്മളിപ്പോ അടിക്കിറങ്ങിക്കൊണ്ടിരിക്കുക. ഗൈസ്, ഒരു ഗുഹ പോലത്തെ സംഭവം ഇവിടെ. അപ്പൊ ഗൈസ്, നമ്മളൊരു ചൈന പോലത്തെ ഒരു സംഭവം എത്തിയിട്ടുണ്ട്. ഒരു ചൈന ടൈപ്പ് അമ്പലം, ചൈനീസ് ടെമ്പിൾ. അതിൽ നൈസായിട്ടുണ്ട് സ്ഥലം. ഇതൊരു സ്റ്റാച്ചു ആണ്. ഗൈസ്, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഗൈസ്, ഇവിടെ നോക്കിയ ഡ്രാഗണിന്റെ അടുത്ത ചൈനീസ് ടെമ്പിള്. സൂപ്പറാണ്. ഡ്രാഗൺ. ഇവിടെ ഒരു കുന്നുണ്ട്. ഫോട്ടോ എടുക്കാം. ഗൈസ്, ഇവിടെ നോക്കിയേ ടെമ്പിൾ. ഇതിന്റെ
നിറയെ സ്റ്റാച്ചു ആണ്. ബുദ്ധ ടെമ്പിൾ ഗൈസ്, ബുദ്ധ ടെമ്പിൾ. ഇതും ഒരു ടെമ്പിളാണ്. ഗുഹ പോലെയാണ് കേട്ടോ. ഗൈസ്, ഒരു കേവ് ടെമ്പിൾ ഉണ്ട് ഇവിടെ. കേവ് ടെമ്പിൾ. അപ്പൊ ഗൈസ്, നമ്മളൊരു വലിയ ബുദ്ധന്റെ സ്റ്റാച്ചുവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വീഡിയോയില് അങ്ങനെ കാണാന്ന് ഇല്ല, എന്തായാലും ഭയങ്കര വലുതാ. അപ്പൊ ഗൈസ്, നമ്മള് ഒരു ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഇങ്ങനെ കയറി പോണു. ഗൈസ്, നമ്മള് അവിടെ വെച്ച് കണ്ട ബുദ്ധയുടെ സ്റ്റാച്ചു അതിന്റെ ടൂളിന്റെ അവിടെ എത്തി. ഗൈസ്, ഇവിടെ മുകളില് കുറെ പടങ്ങളുണ്ട്. കണ്ടോ ഓ ഇവിടെ മതി സംഭവങ്ങളുണ്ട്. കീഴടന്നേ ഗൈസ്, ഇവിടെ നോക്കി നല്ല ഇതുണ്ട്. ഒരു ചൈനീസ് ഗൈസ്, ഒരു വലിയ സ്റ്റാച്ചു. ഗൈസ്, ഇതൊക്കെ ഒന്ന് നോക്ക്. ഗൈസ്, അപ്പൊ ഗൈസ്, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. വെള്ളം, നമ്മളൊരു ഗുഹ പോലത്തെ സംഭവത്തിന്റെ ഉള്ളിലാണ്. ഇവിടെ നിറച്ച് കേവ് ടെമ്പിളാണിത്. ഗൈസ്, ദേ ഒരു കേബിൾ കാർ പോകുന്നു. ഊക്കോങ്ങാ തോന്നുന്നത്. ഗൈസ്, ഇവിടെ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഇനിയുണ്ട് മോളിക്ക്. അപ്പൊ ഗൈസ്, നമ്മള് ഇവിടെ ടെമ്പിള് കാണാനാണ് കേബിൾ കാറിന് അവിടെ ഇറങ്ങിയത്. ഇനി നമുക്ക് കേബിൾ കാർ ഇനിയുണ്ട് മോളിക്ക്. അപ്പൊ ഇനിയും നമ്മൾ മോളിക്ക് പോകുന്നുണ്ട്. പാപ്പച്ചി അവിടെ എസ്കലേറ്റർ കയറാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇത് കൊറേ ഉണ്ട് കേട്ടോ. അവിടെ ഫോഗ് ഒക്കെ കണ്ട, ഫോഗ് വരെ ഉണ്ട്. അപ്പൊ കുറച്ചധികം ദൂരം ഉണ്ട്. ആകെ പുക മൂടിയിരിക്കുന്നത്. എന്നിട്ട് ഇന്ത്യനോട് അപ്പ് പോണോന്ന് ചോദിച്ചു. അവനറിയില്ല അപ്പ് പോണെന്ന്. ശരിയാണ്, അപ്പ് വേണോന്ന്. എന്റെ ഫോൺ എടുക്കാത്ത കാരണം ആദ്യം നടന്ന് കയറി പോയത്. മറ്റേ സാധനം റെഡിയില് പാർക്ക് കളിക്കുന്നു. 1000 റിംഗറ്റ് കൊണ്ട് കലയിറങ്ങും. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് പാർക്കുണ്ട് റജിത്തപ്പോടെ. ഇതാണ് കമ്മണത്.
കാസിനുണ്ട് നിനക്ക് പറ്റിയത് പിന്നെ മഞ്ഞുമല ടോപ്പിലേക്ക് കൊണ്ടിടുന്നു നിലത്തേക്ക് ഡ്രോപ്പ് ടവർ ട്രെയിനിട്ട് ഫാന്റസി പാർക്ക് ഉണ്ട്. പൈസയാണ് അച്ഛൻ റോഡ് സിറ്റി വേറെ എന്താ അവിടെ ആ ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമുണ്ട് നോക്കിയേ. ഇവിടെ നോക്കി ഇവിടെ ഒരു വലിയ ഫാന്റസി പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ഇറങ്ങണ സ്ഥലത്തെത്തി. അപ്പൊ ഗൈസ് നമ്മളിവിടെ ഇറങ്ങണം. ഗൈസ് നമ്മളിവിടെ ഒരു വലിയ മാളിന്റെ ഉള്ളിലാണ് വന്നിറങ്ങിയേക്കണേ. സാർ അവിടെ മനസ്സാണോ രാഗമയില് ഗൈസ് ഇതൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് വലിയ മാളാ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ മാളിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങാണ്. നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് തിരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. എന്നിട്ട് വൈകുന്നേരം നമ്മൾ മറ്റേ ബട്ടു കേവ്സ് കാണാൻ പോകും. അപ്പോൾ ബട്ടു കേവ്സ് കാണുമ്പോൾ വീഡിയോ എടുക്കും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. ഞാൻ വീഡിയോ വേഗം പൊക്കോ വേഗം പൊക്കോ അച്ചാച്ചിനെ ഇറാക്കിയ പോവാൻ ശരിയായി ബോംബെന്ന് ബോംബെയിലായിരുന്നേ അവിടുന്ന് ഇറാക്കിയ പോകാനായിട്ട് മറ്റേ പാൻറ്റൊക്കെ ഇല്ലേ, പാൻറ്റും തയ്ച്ചൊക്കെ ആയിട്ട് പെട്ടിയിലൊക്കെ റെഡി ചെയ്താ യുദ്ധം. ഇറാനും ഇറാഖും യുദ്ധം വന്നു. അത് 2 കൊല്ലം 3 കൊല്ലം യുദ്ധം നീണ്ടത്. അതിന് പോകാൻ പറ്റിയില്ലേ. അതിനെ ഡ്രൈവറായിട്ട് കൊണ്ടുതരാനില്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ കഴിച്ച ഹോട്ടലിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം നമ്മളിപ്പോൾ നിൽക്കണ ഈ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ബട്ടു കേവ്സ് ഉള്ളത്. കാട്ടിരാം. കണ്ടോ ഗൈസ്? ഗൈസ് അവിടെയാണ് ബട്ടു കേവ്സ് ഉള്ളത്. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാട്ടാ. അപ്പോൾ ബട്ടു കേവ്സ് പോകുമ്പോൾ കാണാം. ഗൈസ് ഇവിടെ പപ്പച്ചി മാതള നാരങ്ങ ജ്യൂസ് കുടിക്കാണ്. ഇവിടെ ആശു ഈ മാംഗോ ജ്യൂസ് കുടിയാണ്. എൻ്റെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടന്നു പോവാണ് വണ്ടിയിലേക്ക്. ഗൈസ് നമ്മൾ ബാട്ടു കേവ്സിന്റെ ഉള്ളിലേക്ക് കിടന്നുണ്ട്.
ഞാൻ സ്റ്റെപ്പൊക്കെ കയറണം. ഷൺമുഖമുരുകൻ. അപ്പൊ ഗായ്സ് നമ്മള് ബാട്ടു കേവ്സിന്റെ അടുത്തെത്തിണ്ട്. ഭയങ്കര ഇതാണ്. ഫൈനലി നമ്മളിവിടെ എത്തി. ഗൈസ് ഇതൊക്കെ ഒന്ന് നോക്കിയേ, ഇതൊക്കെ ഒന്ന് കാണാണ്ട സംഭവം അല്ലേ. അപ്പൊ ഗൈസ് അവിടെ ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പേസ് സ്ഥലം. അപ്പൊ അവിടെ ന്യൂ സ്റ്റെപ്പ് ഉണ്ട്. വലിയ ശബ്ദമൊക്കെ ഉണ്ടല്ല. മഴ പെയ്താൽ വെള്ളം വരും. പറഞ്ഞ അവർ കാണാൻ നമ്മളിപ്പോ കേവ്സിന്റെ ഉള്ളിലാണ്. അപ്പോ ഭയങ്കര വലുതാണ്, എനിക്കിഷ്ടായി. അപ്പോൾ ഗൈസ് നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മള് ബാട്ടു കേവ്സിന്റെ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നേരെ നമ്മള് ഹോട്ടലിലേക്കാണ് പോണേ. അപ്പോൾ ഗൈസ് പിന്നെ നമ്മള് ചൈനീസ് ടൗൺ കാണാൻ പോകണ്ടെന്ന് പറഞ്ഞു. ചൈനീസ് ടൗൺ അവിടെ കുറച്ച് ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചൈന ടൗൺ കാണാൻ പോകും. ചൈന മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോട്ടലിലേക്ക്.